എ വെരി ഫൈൻ ഗുഡ് മോർണിംഗ് ജയ്പൂർ ദ പിങ്ക് സിറ്റി. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ ക്യാപിറ്റലായ ജയ്പൂരിലാണ്. ഇവിടുത്തെ ഓൾഡ് സിറ്റിയാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര, നമ്മുടെ സ്റ്റേയിലേക്ക്, സോസ്റ്റൽ ജയ്പൂർ. നമ്മളിപ്പോൾ ഉള്ള ജയ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. അളിയൻ ഈ പുള്ളിക്കാരനെ ഞാൻ പിങ്ക് സിറ്റിയുടെ അവിടെ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആ പുള്ളി ആദ്യം 150 പറഞ്ഞു. പിന്നെ ഞാനത് പറ്റത്തില്ല എന്ന് പറഞ്ഞ അവസാനം 100 രൂപയ്ക്ക് ആക്കി. 100 രൂപയ്ക്ക് ആക്കിയിട്ട് പുള്ളി അടുത്ത ഒരാളെ എടുത്തേക്കുവാ. ഷെയർ ടാക്സി പേഴ്സണലാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നോക്കട്ടെ വില കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. പുള്ളി ഇനി പറ്റിയ ഒരാളെ കൂടെ കൊണ്ടുപോകും. വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ഈ റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം പിങ്ക് കളറാണ്. ആക്ച്വലി ഇതൊരു പിങ്ക് കളർ, ഒരു ക്രിംസൺ കളറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ ഇരിക്കുമെന്നാണ് മൂപ്പര് പറഞ്ഞത്. വെയിൽസിലെ രാജകുമാരൻ ആൽബർട്ട് ജയ്പൂരിലേക്ക് വന്നപ്പോൾ പുള്ളിയെ വരവേൽക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ രാജാവ് ഇവിടെ ഫുൾ പിങ്ക് കളർ പെയിന്റ് അടിച്ചത്. ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ മോനുമെന്റ് ആണ് ഹവാ മഹൽ, പാലസ് ഓഫ് വിൻഡോ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 973 ടോട്ടൽ ചെറിയ ചെറിയ വിൻഡോസ് ഉള്ളത് ഉണ്ട്. അതിൽ നിന്ന് കുറെ കാറ്റ് കൊള്ളുന്നതുകൊണ്ടാണ് ഇതിന് ഹവാ മഹൽ എന്ന് പേര് വന്നത്. രാജ്ഞിയും തോഴിമാരെല്ലാം കൂടി ഈ വിൻഡോസിൽ കൂടെ ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് ഒരു കഥയുണ്ട്. അത്രേ ഇവിടെ കൊണ്ടുപോയിട്ട ഓട്ടോക്കാരൻ ചേട്ടൻ, പുള്ളിയുടെ പേര് മുഹമ്മദ് അഫ്സൽ. ഞാൻ ചുമ്മാ ഒരു വേറെ നമ്പറൊക്കെ നോക്കി, ഞാൻ ഫൈസലാണ്. പിന്നെ ഇതാണിത് പിങ്ക് സിറ്റി ആട്ടോ. ഇവിടെ ഹോസ്റ്റൽ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഹോസ്റ്റൽ നമുക്ക് ചെക്ക് ഇൻ 12 മണി തൊട്ടേ ഉള്ളൂ. ഇപ്പൊ സമയം 8:30 ആവുന്നേ ഉള്ളൂ. നല്ല മഴയും പെയ്യുന്നുണ്ട്. നോക്കാം. ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തൊരു സന്തോഷം. ഇതാണ് ഹോസ്റ്റൽ. നമ്മുടെ ഹവാമഹലിൽ നിന്ന് ജസ്റ്റ് 700 മീറ്ററേ ഉള്ളൂ. പിങ്ക് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഇതുള്ളത്. വേറെ ഒരു ബാക്ക് പാക്കേഴ്സ് ഉണ്ട് അവിടെ, ഷാലോം ബാക്ക് പാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. റിസപ്ഷൻ്റെ അവിടെ ആയിട്ട് നമുക്കൊരു ബ്ലൂ പ്രിന്റ് കാണാം കേട്ടോ. ജയ്പൂർ സിറ്റിയുടെ പിങ്ക് സിറ്റിക്കുള്ളിലും പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളുടെയും നമുക്ക് കാണാൻ പറ്റും. പുറത്ത് നമുക്ക് ആൽബർട്ട് ഹോൾ, നഹർഗഡ് ഫോർട്ട്, അങ്ങനെ കുറച്ച് സ്പോട്ടുകളുണ്ട്. പിന്നെ പിങ്ക് സിറ്റിക്കുള്ളിലും കുറച്ച് പ്രൈം സ്പോട്ടുകളുണ്ട്. നമുക്ക് ചെക്കിന് വന്നേക്കുന്നത് 12 മണിക്കേ ഉള്ളൂ. ഇപ്പോൾ സമയം 9 മണി ആകുന്നുള്ളൂ. പക്ഷെ നമുക്ക് കോമൺ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാം. കോമൺ വാഷ്റൂം ഒക്കെ അടിപൊളിയാട്ടോ. ഇവിടെ ഇങ്ങനെ ടിപ്സ് ഒക്കെ വെച്ചിട്ട് വൈപ്പ് ദ ഡോർ ആൻഡ് അവോയ്ഡ് ഡ്രാസ്റ്റിക് സ്ലിപ്സ്. അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കുറച്ച് സെയിം പോസ്റ്റർ കേട്ടോ. നമുക്ക് വാഷ് ബേസിൻ ഉണ്ട്. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പേസ്റ്റ് ഉണ്ട് നമ്മുടെ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ടേബിൾ. ഇവിടെ ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ പറ്റില്ല. ആൽക്കഹോൾ ആ റൂൾ ബ്രേക്ക് കഴിഞ്ഞാൽ 5000 രൂപയാണ് പിഴ. പിന്നെ ഇവിടെ നമുക്ക് ലഗേജ് നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ പരിപാടി ഇന്ന് വെച്ചിട്ട് മാഫിയ നൈറ്റ് ഒക്കെ ഉണ്ട്. മാഫിയ നൈറ്റ്, ഡംഷറാട്സ്. ഡംഷറാട്സ് ഞാൻ പൊളിക്കും. പിന്നെ കാർഡ് മാനിപ്പുലേഷൻ. 9:30 പരിപാടി. 9:30 നൈറ്റ്. നമ്മൾ ഫസ്റ്റ് പോയ സ്പോട്ടാണ് ആംബർ ഫോർട്ട്. ആംബർ എന്നല്ല, അമർ ഫോർട്ട് എന്നാണ്. ഈ സ്ഥലത്തിൻ്റെയും പേര് അമർ എന്നാണ്. ജയ്പൂർ സെൻറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയുള്ള ഈ സ്ഥലത്തിലൊരു കോട്ടയാണ് ആംബർ ഫോർട്ട്. നിങ്ങൾ ഈ കാണുന്നത് പണ്ട് ഇവിടുത്തെ മഹാരാജാവ് പണി കഴിപ്പിച്ചൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആട്ടോ. ഇതിൻ്റെ പേരാണ് ലേക്ക് സാഗർ. നമ്മളങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ആംബർ ഫോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇപ്പോൾ കാണുന്ന ആംബർട്ട് ഫോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഇതാണ് ജയ്ഗർ ഫോർട്ട്. ഇവിടെ വലിയൊരു പീരങ്കി ഉണ്ടല്ലോ. ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പീരങ്കിയാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട് ആംബർ ഫോർട്ട്. ആംബർ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഖസാന മഹലും ശീഷ് മഹലും ഉണ്ട്. ശീഷ് മഹലിന് വേറെ ടിക്കറ്റാണ്, ഞാൻ കയറി കണ്ടില്ല. ശരിക്കും അത് റിഗ്രറ്റ് ആയി കണ്ടതായിരുന്നു ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു കവാടം കാണാം. നമ്മൾ മുകളിൽ പോയി തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് ഈ കവാടം കാണുന്നത്. ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് അബൌട്ട് നമുക്ക് ചുറ്റി വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ മലകൾ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പോയത് ഇവിടുന്ന് 800 മീറ്റർ ദൂരെയുള്ള അമർ സ്റ്റെപ്പ് ഫോൾ ആട്ടോ. ഇതിന് മലയാളത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്, തട്ടുതട്ടായിട്ടുള്ള നമുക്ക് കാണുന്നൊരു സ്റ്റെപ്പ് വെൽ, കിണറാണ് ഇത്. ഇതിന് മറ്റൊരു പേരാണ് പന്ന മീനാക്ക കുണ്ട്. കുണ്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റെപ്പ് വെൽ തന്നെയാണ്. അമർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ആംബർ ഫോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളത് കൊണ്ടും ഇതിനെ ആംബർ സ്റ്റെപ്പ് വെൽ എന്നും പറയും. ഒരു കിട്ടില്ല കൺസ്ട്രക്ഷൻ എടുത്തു. അതിൻ്റെ ആർക്കിടെക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവിടെ നമ്മൾ പിന്നീട് പോയത് ജൽമഹൽ ആട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല, ഞാൻ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമ്മളൊന്ന് സിറ്റി പാലസിലേക്കാണ്, ജയ്പൂർ സിറ്റി പാലസ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ പ്രാവുകൾ പറക്കുന്നത് കാണാം. പ്രാവിന് തീറ്റ കൊടുക്കാൻ കുറച്ച് ചേട്ടന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ധാന്യങ്ങളുടെ കടകളുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു നമുക്ക്. ജയ്പൂരിൽ ഒരുപാട് പ്രാവുകളുടെ വിളയാട്ട്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു ചേട്ടൻ വന്നിട്ട് ഇവിടെ കുറച്ച് അരിയും ധാന്യങ്ങളൊക്കെ പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രാവുകൾ അതൊക്കെ തിന്ന് റെഡിയായി. ജയ്പൂർ സിറ്റി പാലസിന് തൊട്ട് ഫ്രണ്ടിലായിട്ടോ ഇത്ര കൂട്ടമായിട്ട് പറക്കുന്ന പ്രാവുകളുടെ ഒരു കാഴ്ച നമുക്ക് കാണാനിടയുണ്ടായത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഭയങ്കര പഴക്കം ചെന്നൊരു ബിൽഡിംഗ് കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഒരുപാട് പ്രാവുകളുണ്ട്. അങ്ങനെ നമ്മൾ സിറ്റി പാലസിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 300 രൂപയാണ് നമ്മുടെ എൻട്രി ഫീസ് വരുന്നത് അഡൽസിന്. സ്റ്റുഡൻസിനാണെങ്കിൽ ഓഫറുണ്ട്, 150 റുപ്പീസ് ആവുന്നുള്ളൂ. ഫോറിനേഴ്സിന് റേറ്റ് കൂടും.
ഏകദേശം 600 റുപ്പീസ് സംതിങ് എന്താണ്, ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ വേറൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇതിൻ്റെ ഫുൾ ഒരു ഇത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് രാജസദസ് കേട്ടോ. ഇവിടെ രാജാവും മന്ത്രിമാരും വിദൂഷകന്മാരും ടീമെല്ലാം കൂടി നിന്നിട്ട് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ, രാജനീതിയും കാര്യങ്ങളൊക്കെ. പാലസിൻ്റെ ഉള്ളിലായിട്ട് ഒരു പപ്പറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ടീമായിട്ടാണ്. ഒരു ടീം മ്യൂസിക് എല്ലാം ഹാൻഡിൽ ചെയ്യും, ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും. അപ്പുറത്ത് ഒരു ടീം പപ്പറ്റിനെ ഹാൻഡിൽ ചെയ്യും. സെറ്റ് പരിപാടിയായിരുന്നു കേട്ടോ. ഇവരുടെ 3 ഐറ്റംസ് ഉണ്ട്. ഒന്ന് രാജസ്ഥാനി നോർമൽ ഒരു സാധനം, ഒത്തൻറ്റിക് സാധനം. രണ്ടാമത് ഒരു ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ. മൂന്നാമത്തെ പാമ്പാട്ടിയും പാമ്പും കൂടെ ഉണ്ട്. ഇത് ഈ മാമനുണ്ടല്ലോ ഭയങ്കര പറ്റിയില്ല കേട്ടോ. നേരത്തെ ഒരു മാമൻ വന്നിട്ട് ഒരു 6 പോയിന്റ് കാണിച്ചു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് കാണിക്കാന്ന് പറഞ്ഞു. പുള്ളി അതിന്റെ ഇടയിൽ ഏതാണ്ടൊക്കെ വെട്ടിയിട്ട് പിന്നെ ഇവിടുത്തെ മാർക്കറ്റൂടെ ഇപ്പൊ ഞാൻ 10 രൂപയ്ക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്, സ്പെഷ്യൽ മാർക്കറ്റ്. ആ മാർക്കറ്റും പിന്നെ ഏതൊരു ചാച്ച രാജാവിന് ഷൂ ഉണ്ടാക്കി കൊടുത്തൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഇത് വരുന്നതും പോകുന്നതും വെയിറ്റിങ്ങും എല്ലാം മാറ്റിയിട്ട് പുള്ളി 300 രൂപയ്ക്ക്, നിസ്സാരം 300 രൂപയ്ക്ക് എതിരാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ചിരി ഒച്ച കള്ളൻ. എല്ലാവരും നമ്മളെ പിഴിയാനായിട്ട് നോക്കുക, പിഴിഞ്ഞങ്ങ് നമ്മുടെ ചാറെടുക്കാൻ നോക്കുക. വേഗം 10 രൂപ എടുത്ത് കൈ പിടിക്കട്ടെ, അല്ലെ പുള്ളി ഇനി 100 രൂപയാക്കും. അത് പുള്ളിക്ക് മനസ്സിലായി കള്ളത്തരം പൊളിഞ്ഞെന്ന്. ഈ കാണുന്നതാണ് പിങ്ക് സിറ്റിയുടെ എൻട്രൻസ്. പണ്ട് വെയിൽസിലെ രാജകുമാരൻ ആൽബർട്ട് ഇവിടെ വന്നപ്പം പുള്ളിയെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ ഫുള്ള് ഓൾഡ് സിറ്റി ഫുള്ള് പിങ്ക് കളറിൽ പെയിൻ്റ് അടിച്ചാണ് ഉണ്ടായത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഹവാമഹലും സിറ്റി പാലസും ഒക്കെ വരുന്നത്. രാജസ്ഥാൻ സ്റ്റേറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഷെക്കാവത്ത് ടൂറിസ്റ്റും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള പരിപാടി കേട്ടോ. ഈ ഡബിൾ ഡെക്കറിൽ നമുക്കൊരു സൈറ്റ് സീയിങ് ജയ്പൂർ സിറ്റി ഫുള്ളും ചുറ്റി കറങ്ങി കാണിക്കാനുള്ളൊരു സ്കീം. ഡബിൾ ഡെക്കർ ആട്ടോ, നമുക്ക് ടോപ്പിലിരുന്ന് ജയ്പൂർ സിറ്റിയുടെ ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അതേ സ്കീം തന്നെയാണ് നമ്മുടെ ഈ ചേട്ടനും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പുള്ളി 300 രൂപയ്ക്ക് കുറച്ച് പോയിന്റുകൾ പുള്ളി നമ്മളെ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഓൾറെഡി ജയ്പൂരിലെ മെയിൻ സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്ത്, അപ്പോൾ പുള്ളിയുടെ ഈ സ്കീം എടുക്കുന്നതിൽ നമുക്ക് കാര്യമൊന്നുമില്ല. രാവിലെ തൊട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലോ, സമയം 3 മണി. അപ്പോൾ നമ്മൾ ആലു പൊറോട്ടയും ദഹിയുമാണ് നമ്മൾ ലഞ്ചായിട്ട് കഴിക്കും. നാക്ക് പൊള്ളുന്ന ചൂടാട്ടോ, പക്ഷേ നല്ല തണുത്ത തൈരുള്ളതുകൊണ്ട് സീനില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഭയങ്കര ഫില്ലിംഗ് ആട്ടോ സാധനം. ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്, സ്റ്റിൽ സെറ്റാണ് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞൊടിയടിയെ തീർന്നു. വെയിറ്ററിന് എന്നെ അടുത്തതിൽ പൊറാട്ടയിൽ വീഴ്ത്തിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പനീർ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പനീർ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ്. എന്തായാലും ഇത്രയും തൈര് ബാക്കിയുണ്ട്, വെറുതെ ഇതിനെ വേസ്റ്റ് ആക്കുന്നത്. എന്നാൽ പിന്നെ ഒരു പനീർ പൊറോട്ട കൂടെ കച്ച ഐറ്റം എത്തി. പനീർ പൊറോട്ട കണ്ട ഒരു ഓംലെറ്റ് പോലെ ചെയ്യും. പിന്നെ ഇനി ഇതകത്താക്കാം. തൈരുണ്ട്, നല്ല പൊള്ളലായിരിക്കും. അപ്പം നല്ല തണുത്ത തൈര് മിക്സ് ചെയ്യും, കഴിക്കാം. അങ്ങനെ അവസാനത്തെ പീസും തീരാറായി. ഇത് ലാസ്റ്റ് ബൈറ്റ് എടുത്ത് ഫിനിഷ് ചെയ്യാം. ഫിനിഷർ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുത്ത് ഫോണൊക്കെ ചാർജ് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് റോന്ത് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ് ജയ്പൂർ സിറ്റിയിൽ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടുന്ന് 700 മീറ്റർ ദൂരമുള്ള ഹവാമഹലിലേക്കാണ്. രാവിലെ നമ്മൾ ഹവാമഹൽ ഒന്ന് കണ്ടിരുന്നെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ സൺസെറ്റ് കാണാൻ വേണ്ടി നഹർഗഡ് ഫോർട്ട് കയറാൻ വേണ്ടി പോകാനായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ലേറ്റായി. നമ്മൾ 5 മണിക്ക് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, കാരണം അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഹവാമഹലിലേക്ക് പോകാം, അതേ ഉള്ളൂ ഓപ്ഷൻ. നമ്മളിത് ഇങ്ങനെ നടന്ന് ഹവാമഹലിൻ്റെ അടുത്തെത്തി. ക്ലോസിംഗ് ടൈം ഏകദേശം ആവാറായി. 7 മണിക്കാണ് ഇതിൻ്റെ ക്ലോസിംഗ് ടൈം. നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ബിൽഡിംഗ് ആട്ടോ ഇത്. ഇത് രാജാവിൻ്റെ ക്രൗണിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ ഒരു ഹണികോമിൻ്റെ ഷേപ്പിലും സ്ട്രക്ചറിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് വരുന്നത് പാലസ് ഓഫ് വിൻഡ് എന്നാണ്. കാരണം ഇതിൻ്റെ ഒരുപാട് ജനാലകളുണ്ട്, 973 ജനാലകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ വിൻഡ് വരുന്നതുകൊണ്ടാണ് ഇത് ഹവാമഹൽ എന്നുള്ള പേര് വന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ചെറിയ ചെറിയ ജനാലകളുള്ളതെന്ന് മനസ്സിലായോ? നമ്മുടെ രാജ്ഞിയും കൂട്ടർക്കും പുറത്ത് വരാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവർക്ക് പുറത്ത് സിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയാണ് ഇത്രയും ജനാലകൾ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ് നടക്കുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വിൻഡ് വ്യൂ കഫേയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കിഡിലും വ്യൂ കാണാൻ പറ്റും, പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് ഹവാമഹൽ, ദ ഫേസ് ഓഫ് ജയ്പൂർ. കണ്ടാൽ മനസ്സിലാവും ഓവർ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഇല്ല. റോഡ് സൈഡ് തന്നെ ആർക്കും നടന്നു എത്താൻ തന്നെയുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇത്രയും ക്രൗഡ്. പതിവ് പോലെ തന്നെ ഫോട്ടോക്കാര് എല്ലാവരും ഉണ്ട് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി. വേറെ അല്ലറ ബിസിനസ്, എല്ലാ പരിപാടിക്കും ഇവിടെ ആളുണ്ട്. നല്ലൊരു ടോപ്പ് നോച്ച് ആർക്കിടെക്ചർ ആട്ടോ എൻ്റെ വരുന്നത്. ഇതൊരു ഹണികോമിന്റെ സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ രാജാവിന്റെ ക്രൗണിന്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. കുറേ കണക്കിന് ലോഡ് കണക്കിന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. എല്ലാവർക്കും സ്ഥലം തികയുണ്ടോ ഫോട്ടോ എടുക്കലും അതുപോലെ ബാക്കി ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. നമുക്ക് തൽക്കാലം ഫോട്ടോ എടുത്ത ആരുമില്ല, നമുക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവത്തിൽ ഒരു ആർക്കിടെക്ചർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു നമ്മുടെ രാജാവിന്റെ കിരീടമില്ലേ, ക്രൗണിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയത്. പച്ച കളറിലെ വിൻഡോസ് കാണല്ലോ. അങ്ങനെ 973 ഉണ്ട് രാജ്ഞിക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി സെറ്റപ്പ്.
ഇവിടെ ഒരു ചേച്ചി തലപ്പാവൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുള്ള സെറ്റപ്പ് ആയിരുന്നു. തലപ്പാവ് വെച്ച് പുള്ളി ഫോട്ടോ എടുത്തത്. എന്നാണ് വേ ടു ഹവാമഹൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഹവാമഹലിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റുന്നത്. എൻ്റെ എൻട്രൻസ് അല്ല, സോറി, എൻ്റെ ഉള്ളിലേക്കുള്ള വഴി. നമ്മളെ പുറത്തു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ആക്ച്വലി അവർ ചേട്ടനോട് ചോദിച്ചപ്പോൾ അകത്ത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ ചില ഒരു ഗ്ലാസ്, കളേർഡ് ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്നിനി കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം 6:55, എന്നിട്ട് ഒട്ടും ഇരുട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഇരുട്ടിയായി ഈ സമയം ആകുമ്പോഴത്തേക്ക്. എന്തായാലും നമുക്കിനി നാളെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടെ വരാം. നമുക്ക് ലൈറ്റ് ഇട്ടൊരു ഹവാമഹൽ കാണാം. അപ്പം ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഇറങ്ങാം. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 അരമണിക്കൂറായി ഏകദേശം. എന്നിട്ടും തിരക്കിനൊരു കുറവില്ല, ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ കാണാൻ ചില ആൾക്കാർ, ചില ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ തലപ്പാവ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലപ്പാവ് എടുത്ത് ഫോട്ടോ എടുക്കാനാകെ 10 രൂപ വരുന്നുള്ളൂ. ആക്ച്വലി ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമുക്കൊരു ലോവർ ആംഗിൾ അല്ലേ വ്യൂ ആണ്. അതേസമയം നമ്മൾ ഓപ്പോസിറ്റുള്ള ഈ കഫേയുടെ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആംഗിൾ വ്യൂ ആയിരിക്കും. അത് ഒരു കിഡിലും വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കണം. നടന്ന് ക്ഷീണിച്ച് പറഞ്ഞപ്പം ഹവാമഹലിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ബദാം ഷേക്ക് പറഞ്ഞു. 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിടിലൻ സാധനം കേട്ടോ. ഷേക്കിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും തരുന്നുണ്ട് ടോപ്പിംഗ് ആയിട്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ജാടയും വിളിക്കില്ല, ഒന്നും പറയാലോ കേട്ടോ. കിടിലൻ സാധനം. സ്വീറ്റ് ഡേ ഫോർ അവർ ആൻഡ് സ്വീറ്റ്. ഇതിനൊക്കെ 50 രൂപ കൊടുത്താൽ നഷ്ടമൊന്നുമില്ല. കിടിലും. അപ്പം പോവാം. ഫുഡ് ജോയിൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മറ്റേ മട്ടയില്ലേ, മട്ടയിലാണ് ഇവിടെ ചായയും ലസ്സി എല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കടി ഐറ്റംസ് ഉണ്ടല്ലോ, അതാണ് ആൾക്കാർ ഇതായിട്ട് കഴിക്കുന്നത്. കച്ചോരിയും പിന്നെ വേറെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ ചട്നി. ഇവർ നോർമൽ ഇവരുടെ മീൽ പോലെ, ഡിന്നർ പോലെയാണ് ഇവർ കഴിക്കുന്നത്. ഈ എണ്ണ പൊരിച്ച സാധനം നമ്മളൊക്കെ കടിയായിട്ടാണ് കഴിക്കുന്നത്, ബജ്ജിയും ഇതൊക്കെ. പുള്ളി ലൈവായിട്ട് ഇവിടുന്ന് വറുത്തെടുക്കുക. ഇവിടെ കരിയോയിൽ ഒഴിക്കുന്ന സാധനം, അതിൽ വറുത്തെടുക്കുന്ന കച്ചോരിയായത്. ഇവിടെ വേറെ എന്തൊരു സാധനം വരയ്ക്കുന്നുണ്ട്, ആലു ബോണ്ടയാണ്. ഇപ്പുറത്ത് അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ ഇതുണ്ട്. ഫുഡ് ജോയിൻസ് ഉണ്ട്. ഇവിടെ റബഡി ഇല്ലേ, റബഡി 70 രൂപയ്ക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അഴുക്ക് പിടിച്ച സ്ഥലത്ത് പുള്ളി വൃത്തിയാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്ട്രീറ്റ് എത്തി. ഈ സ്ട്രീറ്റിനകത്താണ് നമ്മുടെ ഹോസ്റ്റൽ. സമയം 7:15, എന്നിട്ട് ഇരുട്ടിയിട്ടില്ല കേട്ടോ. നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം. ഇവിടെ സൈഡിൽ തന്നെ വേറെ ഇതുണ്ട്. പിന്നെ ഇവിടെയും ഹോട്ടലുകളുണ്ട്. വേറൊരു മീറ്റപ്പ് പോയിന്റ് കഫേ ഉണ്ട്. ട്രാവൽസ് ഉണ്ട്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ട്രാവൽസ് നടത്തിട്ടേക്കുക. എൻ്റെ ഒരു ഭാഗ്യം വെച്ച് നാളെ തുറക്കുവാണെങ്കിൽ ഉദയ്പൂരിലുള്ള വണ്ടി പിടിക്കായിരുന്നു. ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ജയ്പൂർ. ഞാൻ നോക്കിയപ്പോഴല്ലോ ഒരു 3-4 പോലീസുകാർ വന്നിട്ട് എന്താ അവിടെ സെറ്റപ്പ്, എന്താണ് സ്കീം എന്നൊക്കെ ചോദിച്ചിട്ടേ നമ്മുടെ ഹോസ്റ്റലിലോട്ട് കയറി വന്നിരിക്കുന്നത്. എന്നോടൊക്കെ വന്നിട്ട് എവിടുന്നാ വന്നേ, നീയൊക്കെ എന്തിനാ ജയ്പൂർ വന്നേ, ഞാൻ കാണാനെന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി ഹവാമഹൽ എന്തോ കാണാനുള്ളതെന്നൊക്കെ എങ്ങനെ ചോദിച്ച് ഭയങ്കര ഭീഷണിപ്പെടുത്തലും. ഇത് പറഞ്ഞാൽ ഇമാരിങ്ങനെ ചുമ്മാ ഒരു ട്രെയിനിന്റെ ബോഗി പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അങ്ങ് ഇവർക്ക് അങ്ങ് നടത്തിയാൽ മതിയല്ലോ നിങ്ങളുടെ. അപ്പൊ മറ്റേ അവിടുത്തെ സ്റ്റാഫ്, റിസപ്ഷനിലെ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ഫ്രാഞ്ചൈസി ഒക്കെ ഉള്ള ഒരു വലിയ കമ്പനിയാണ്, നിന്റെ കമ്പനിക്ക് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. നമ്മൾ 750 മീറ്റർ താണ്ടി വീണ്ടും ഹവാമഹലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടേ വേറൊരു മൂടായി. നമുക്ക് ഇപ്പൊ അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പുറത്ത് പിന്നെ വ്യൂ ഒക്കെ അവിടെ നല്ല വ്യൂ ആയിരിക്കുമല്ലോ. തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. എനിക്കൊന്ന് വൈകുന്നേരത്തെക്കാട്ടും തിരക്ക് കൂടിയിട്ടെങ്കിലും ഉള്ളെങ്കിലേ ഉള്ളൂ. കാരണം രാത്രിയിൽ ഫോട്ടോ എടുക്കാൻ കുറേ പേര് വന്നിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ. അപ്പം മെനു ഇതാണ്. കത്തി നമുക്ക് ആ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ആലു പൊറാത്തയോ മിക്സ് പൊറാത്ത മാത്രമേ ഉള്ളൂ. പിന്നെ സൗത്ത് ഇന്ത്യൻ കണ്ടു. ഇഡ്ഡലി സാമ്പാർ 100, മസാല ദോശയ്ക്ക് 170, പ്ലെയിൻ ദോശയ്ക്ക് 50, 20 രൂപയേ ഉള്ളൂ മസാലയ്ക്ക്. ലാഭം തരും. നമുക്ക് തൽക്കാലം മിക്സ് പൊറാത്ത പറയാം. ഫുഡ് വന്നു. ഒരു മിക്സ്ഡ് പൊറാത്ത ഞാൻ പറഞ്ഞു. ഒരു സൈഡ് ഡിഷ് വെച്ചാൽ ഊരന്മാർ തന്നില്ല. അതിലാട്ടെ നമുക്ക് ഇത് സൈഡാക്കാം. നെയ്യിൽ സോക്ക് ചെയ്തിട്ടുള്ള ഫുഡാണ്. സൈഡിലൊക്കെ ഇരിക്കുന്ന കാണാം. ഗീയാണോ ബട്ടറാണോ എന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, എന്നേ ഉള്ളൂ. നല്ലതാണ്. ഇറങ്ങിയാട്ടെ ഈ ബാലാജി ഫാമിലി റെസ്റ്റോറൻറ്റ് ഇല്ലേ, ഇതേ ഇവിടുന്നാണ് നമ്മൾ കഴിച്ചത്. ഇവിടുത്തെ ഇതൊന്ന് ക്യാഷ്യറൊക്കെ പുറത്താട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സപ്ലയറായിട്ടില്ല, വെയിറ്ററായിട്ട് നിന്നിട്ട് ക്യാഷ്യറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇവിടെ 70 രൂപ വെട്ടിക്കോളം പറഞ്ഞു. അപ്പോൾ ക്യാഷ്യർ ചോദിക്കും, ഞെട്ടലോട് ചോദിക്കും 70 രൂപയ്ക്ക് എന്തോ തിന്നാൻ കൊടുത്തത്. അപ്പോൾ പുള്ളിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് പുള്ളി എന്നോട് ചോദിക്കൂ നീ എന്താ കഴിച്ചതെന്ന് പറയാം. അപ്പോൾ ഞാൻ പറയാം ഞാൻ മിക്സ്ഡ് പൊറാത്ത കഴിച്ചത്. അപ്പോൾ ആ മറാഠയ്ക്ക് 70 രൂപയുള്ളൂ. കാരണം അവിടുത്തെ മെനുവിനുള്ള എല്ലാ സാധനത്തിനും 300 രൂപ 400 രൂപയാണ് വില. അതിനകത്ത് ഏറ്റവും വില കുറഞ്ഞ സാധനം 70 രൂപയുടെ ഞാൻ കഴിച്ചു. എന്തായാലും ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നൈസായിട്ട് പടാവും. നമുക്ക് നാളെ നോക്കാം എന്താണ് നാളത്തെ അവസ്ഥ.
ഓക്കെ ബൈ.